ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷം ഭരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു ഹിമാലയൻ ബ്ലണ്ടർ കാണിച്ചു. ആ ഹിമാലയൻ ബ്ലണ്ടർ കാണിച്ചുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? 5 വർഷമായിട്ട്, വീണ്ടും 5 വർഷം കൂടെ ആയിട്ട് ഒരുപാട് ആളുകൾ ജോലി സ്ഥിരതയില്ലാതെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. കോൺട്രാക്ട് എംപ്ലോയിയിൽ ആളുകളെ എടുക്കുക, കോൺട്രാക്ട് എംപ്ലോയീസ് ആയിട്ട് എടുക്കുന്നവരെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എടുക്കുക, നേരിട്ട് എടുക്കുക, 2 തരത്തിൽ കംപ്ലൈൻറ്റ്. പിന്നെ ഡെയിലി വേജസ്. ഒന്ന് സ്ഥിര ഉദ്യോഗസ്ഥർ, പ്രോജക്റ്റ് ഉദ്യോഗസ്ഥരുടെ സമയം പ്രോജക്റ്റ് പീരീഡ് കഴിയുമ്പോൾ പറഞ്ഞു വിടും, അടുത്ത പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അവരെ എടുക്കും. പിന്നെ കരാർ ഉദ്യോഗസ്ഥർ, പ്രൊജക്റ്റും കരാറാണ് ഒരു പരിധി വരെ. കരാർ ഉദ്യോഗസ്ഥർ, ഡെയിലി വേജസ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എടുക്കുന്നവർ. അതിൽ പല പോസ്റ്റുകളിലും 8ഉം 10ഉം ഇപ്പോൾ തൊഴിലുറപ്പ് 10,900-ഓളം അസിസ്റ്റൻറ്റുമാർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റുമാർ 10 വർഷമായി തുടർച്ചയായി ജോലി ചെയ്യുകയാണ്. പക്ഷേ തുടർച്ച കാണില്ല, ഓരോ വർഷവും കഴിയുമ്പോൾ അവർക്ക് പുതുക്കി കൊടുക്കും. അപ്പോൾ ഗ്യാപ്പിട്ടില്ലേ പിന്നെ ഇതിനിടയ്ക്ക് ആൾറെഡി അവർ റിസൾട്ട് ആയി കഴിഞ്ഞുമല്ലോ, അവർ പോസ്റ്റ് ആയി കഴിയുമല്ലോ. ഇപ്പോൾ ഒരു ശ്രമം നടക്കുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കുഴപ്പം, കഴിഞ്ഞ വർഷം 5-ാം വർഷത്തിൽ ഇതുപോലെ മാസമായിട്ട് ഒരു ക്യാബിനറ്റിൽ വെച്ച് 10,000-10,000 പേരെ അങ്ങോട്ട് റെഗുലറൈസ് ചെയ്തു. ബാക്കിയുള്ളവർ കോടതിയിൽ പോയി, കുറേ പേര് കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി കിടക്കാണ്, ഇതുവരെ ആ കേസൊന്നും ആയിട്ടില്ല. കുറച്ച് പേർക്ക് പേ സ്കെയിൽ കൊടുത്തു, കുറച്ച് പേർക്ക് പേ സ്കെയിൽ കൊടുത്തില്ല, കുറച്ച് പേരെ പിരിച്ചുവിട്ടു, കുറച്ച് പേരെ പിരിച്ചുവിട്ടില്ല. കണ്ണുനീരും കടലുമായിട്ടാണ് ആ വിഷയങ്ങൾ കിടക്കുന്നത് കുറേ അധികം ആളുകൾ. ഇപ്രാവശ്യം എന്താ, അവസാനത്തിന് 3 മാസം ഉള്ളപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ 3-4 മാസം പോലും ഇല്ല. വീണ്ടും 900 പേരെ അസിസ്റ്റന്റുമാർ സ്ഥിരപ്പെടുത്താം, വേറെ കരാർ ഉദ്യോഗസ്ഥരെ സ്ഥിരപ്പെടുത്തുന്നു, ഇതെല്ലാം വരുന്നു. ഇപ്പോൾ തന്നെ വി.ഡി. സതീശൻ ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവർ അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ ഇപ്പോൾ നടത്തുന്ന എല്ലാ കരാർ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടും എന്ന് വി.ഡി. സതീശൻ ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവരെ അങ്ങനെ സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് അതിനകത്തൊരു സിസ്റ്റം ഉണ്ടാക്കി നേരത്തെ ചെയ്യുന്നില്ല? ഇപ്പോഴിതാ CIT-കാർ, അതിന് വ്യാപകമായ ആക്ഷേപമാണ് വന്നിരിക്കുന്നത്. CIT നേതാവിന് കത്ത് കൊടുത്തിരിക്കുന്നു. കത്ത് കൊടുത്തൽ പറഞ്ഞിരിക്കുന്നു, ഇവരെല്ലാം ദേശാഭിമാനി വരുത്തുന്നവരാണ്, 900 പേരിൽ 700 പേർ ദേശാഭിമാനി വരുത്തുന്നവരാണ്, ഇവരെല്ലാം CPM-ൻ്റെ സഹയാത്രികരാണ്, കുറച്ച് പേർ പാർട്ടി മെമ്പർമാരാണ്, അതുകൊണ്ട് ഇവരെ സ്ഥിരപ്പെടുത്തണം. അപ്പോൾ ഈ 10 വർഷം ജോലി ചെയ്ത കഥയൊക്കെ പോയി, അവരുടെ എക്സ്പീരിയൻസ് പോയി, ജോലി ചെയ്ത കഥയൊക്കെ പോയി. അവർ പാർട്ടിക്കാരായിട്ട് സ്ഥിരപ്പെടുത്തണം. അങ്ങനെ സ്ഥിരപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും അടുത്ത പാർട്ടിക്കാർ വരുമ്പോൾ അവരെ പിരിച്ചുവിടും. ഇവരെ ഈ 10 വർഷവും 15 വർഷവും ആയവരൊക്കെ സ്ഥിരപ്പെടുത്തണമെങ്കിൽ അതിന് കൃത്യമായ പോസ്റ്റ് വേണം. ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലൊരു പ്രൊസീജിയറിലൂടെ അവരെ സ്ഥിരപ്പെടുത്തിയാൽ അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിന് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ വട്ടം കറക്കി ചെയ്യുമ്പോൾ ഈ ചെയ്തുവെന്ന് വരികയും ചെയ്യും, അവരുടെ ഭാവി ഇല്ലാതാവുകയും ചെയ്യും. കഴിഞ്ഞ 5 വർഷം UDF വരാത്തത് കൊണ്ട് കുറച്ച് പേര് ഇവിടെ നിൽപ്പുണ്ട്, അവരുടെ ഭാവിന് എന്താവുമെന്നറിയില്ല. അവരെയും പിരിച്ചു വിടുമോ? കാര്യം 10 വർഷമായി അവരെയും പിരിച്ചു വിടുമോ? അവർക്കല്ല 5 വർഷം, അവസാന വർഷമല്ലേ ചെയ്ത്, 5 വർഷമായി അവരെ പിരിച്ചു വിടുമോ? ഇനി എടുക്കുന്നവരെ, ഇപ്പോൾ എടുക്കുമെന്ന് പറയുന്നവരെ പിരിച്ചു വിടുമോ? എടുക്കൽ നടപടി നടക്കുമോ? ഇത് ഒരു സുതാര്യമായ ഒരു കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടിരുന്ന ഒരു നടപടിക്രമത്തിലൂടെ ഈ പറയുന്ന പാർട്ടിക്കാരാണെന്നോ അല്ലാത്തവരെന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചല്ലാത്ത വർക്കിംഗ് എക്സ്പീരിയൻസിൻ്റെ പേരിൽ ആളുകളെ എടുത്തിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. വേണമെന്നുള്ളവരെ എടുക്കുക, അവർക്ക് ജോലിയൊക്കെ കൊടുക്കുക. പക്ഷേ ഒരു പ്രോസസ്സിലൂടെ അല്ലാതെ വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഞാൻ കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ പറയാനല്ല, ഇത് കൺഫ്യൂഷനിലേക്കും ഇതൊരു ചക്ക കുഴയുമ്പോൾ കുഴച്ച് ചെയ്യുന്ന ആ സർക്കാരിൻ്റെ രീതിയാണ് നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും. അല്ലാതെ ജോലി സ്ഥിരമായി താൽക്കാലികമായി ജോലി ചെയ്തവർ കഴിവുള്ളവരാണ്, അവർ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ സേവനം വീണ്ടും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതെന്നും അതൊക്കെ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. അവിടെ ചെയ്യരുതെന്നോ ചെയ്യണമെന്നോ ഒന്നും ഒരു അഭിപ്രായം നമുക്കില്ല. അവർ ചെയ്തു കൊടുത്താൽ സന്തോഷം, അവർക്ക് കുറച്ച് പേർക്ക് ജോലിയെങ്കിലും ആവുമല്ലോ. അത്തരം കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കട്ടെ.